ഖലീൽ ജിബ്രാന്റെ കൃതി ശ്മശാന ഭൂമി എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും മതം സമൂഹം സംസ്കാരം എന്ന സ്വന്തം കൃതിയും അദ്ദേഹത്തിൻ്റെ സർഗഭാവനയ്ക്ക് ഉദാഹരണങ്ങളാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് ഒന്നിനായ തങ്ങൾ കൂടുതൽ എഴുത്തിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലൊക്കെ ആ കാലഘട്ടത്തിൽ പിന്നെ അവിടുത്തെ പല കാര്യങ്ങളും പിരാമിഡുകൾ അവിടുത്തെ പ്രധാനമായ ഒരു ചരിത്ര അവശിഷ്ടമാണ് പിരാമിഡുകൾ. അതിനെ സംബന്ധിച്ച് എഴുതി. പിന്നെ അവിടുത്തെ രാഷ്ട്രീയവും അതുപോലെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ല. അത് എഴുതിയിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുമായിരുന്നു ചന്ദ്രികയിലേക്കൊക്കെ. പിൽക്കാലത്ത് എഴുതാൻ സമയം കിട്ടിയില്ല, സൗകര്യം കുറവായിരിക്കും. വായന മാത്രമാക്കി എഴുത്ത് എഴുത്തിന് ഒരു ഒഴിഞ്ഞ ഇരുത്ത ആവശ്യമുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എഴുതുന്നിടയിൽ എങ്ങോട്ടും പോകേണ്ടി വരും. വേറെ എന്തെങ്കിലും പോയിട്ട് ഏകാഗ്രതയുടെ പ്രശ്നം. പക്ഷെ വായന ഈ തിരക്കിൻ്റെ ഇടയിലും വായനക്കുറക്കുണ്ട്. അത് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇടയ്ക്ക് അവസരം ഉണ്ടായപ്പോൾ ചോദിക്കുകയാണ്. ഈ വായന, ഈ ഓട്ടം, യാത്ര, വീട്ടിൽ വന്നാൽ എവിടെ ആളുകൾ, അർദ്ധരാത്രിക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയാൽ അപ്പോഴും ആളുകൾ, പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾ, ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വായന അഡ്ജസ്റ്റ് ചെയ്യുന്നത്? വായിക്കുന്നുണ്ട് എന്നറിയാം ധാരാളം. കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഒഴിഞ്ഞിരുന്ന് വായിക്കാൻ സമയമുണ്ടാവും. പുസ്തകം യാത്രയിൽ കൂടെ കൊണ്ട് പുസ്തകം അപ്പോൾ കാറിലാണ് നല്ല അവസരം വായിക്കാൻ. രോഗം പലപ്പോഴും ശരീരത്തിൻ്റെ മാത്രമായിരിക്കില്ല, മനസ്സിൻ്റേതു കൂടിയാണ്. ഒരു സാന്ത്വന വാക്ക് മതിയായിരിക്കും ഒരാളുടെ രോഗവിമുക്തിക്ക്. അതുകൊണ്ടായിരിക്കണം ശാന്തി തേടി ജനങ്ങൾ പാണക്കാട് കൊടപ്പനയ്ക്കൽ ഭവനത്തിൻ്റെ മുമ്പിലെത്തുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ശിഹാബ് തങ്ങൾ ജനങ്ങളുടെ ആവലാതി കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. രാവിലെ തുടങ്ങി ചിലപ്പോൾ രാത്രി 1 മണിവരെ നീണ്ടു നിൽക്കും. ഇവിടെ വന്നിട്ടുള്ളവർ ആരും അലവിക്കാക്കയുടെ സുലൈമാനി രുചിക്കാത്തവർ ഉണ്ടാവില്ല. ആത്മീയവും രാഷ്ട്രീയവും ഭൗതികവുമാണ് ഒരുമിച്ചൊരു നേതൃത്വം കൊണ്ടുപോകുന്നത് വലിയൊരു കഴിവാണ്, അപാരമായ കഴിവാണ്. അവിടെയാണ് തൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ഒരു മതത്തെ അന്ധമായി അനുകരിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കാത്ത ഒരു നേതൃത്വത്തിൻ്റെ മഹിമ കൂടെയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം നേതാവല്ല. അദ്ദേഹം ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു നേതാവായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. അദ്ദേഹവുമായിട്ടുള്ള സാമീപ്യം ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് തൻ്റെ വീട്ടിൽ എത്തുന്ന പലതരം ആളുകളെ, രാഷ്ട്രീയത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ, അതിനപ്പുറം രോഗികളായി എത്തുന്ന ആളുകൾ, ഇവരോടൊക്കെ അദ്ദേഹം പുലർത്തുന്ന ഒരു ബന്ധം, അതാണ് ശിഹാബ് തങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ സാന്ത്വനമായി അവരുടെ വേദനകളും ദുഃഖങ്ങളും പങ്കിട്ട് അംഗീകാരത്തിൻ്റെ ഉച്ചകോടിയിൽ ഹിമഗിരി ശൃംഗം പോലെ നിൽക്കുന്ന ഈ വലിയ മനുഷ്യന്റെ കൈമുതൽ സത്യവും സ്നേഹവും മാത്രമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് പ്രതീക്ഷയുടെ ചെറിയൊരു വെട്ടമായി ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഇന്നും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിലനിൽക്കുന്നു. 4 നൂറ്റാണ്ടിലധികം പിന്നിട്ട സംശുദ്ധ രാഷ്ട്രീയ ജീവിതം, ഒരാൾക്കു പോലും തന്റെ നേരെ വിരൽ ചൂണ്ടാനുള്ള അവസരം കൊടുക്കാത്ത ആത്മീയ ജീവിതം. ഇവിടെ നമ്മളൊരു പൂർണ്ണ മനുഷ്യനെ ദർശിക്കുന്നു. സ്വാത്രിക ശ്രേഷ്ഠർ തൻ വംശീയ വല്ലിയിൽ പൂത്ത പൂവേ, വാഴ്ക നീണാൾ ഭവാൻ
പാണക്കാട്ടു തറവാടിൻ പുണ്യമേ, കേരള നാടിൻ മതേതര സംസ്കാര സംസമേ. വസന്തം വിട പറഞ്ഞതിൻ്റെ വിഷാദവും ശൂന്യതയും നമ്മുടെ ചുറ്റുവട്ടത്തും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. വസന്തം മാത്രമല്ല, വസന്തോത്സവമാണ് വിട ചൊല്ലി പിരിഞ്ഞിരിക്കുന്നത്. ആ വസന്തത്തോടൊപ്പം പൂക്കൾ വിരിയുകയും സുഗന്ധം പരക്കുകയും നമ്മുടെ പരിസരം സൗരഭ്യപൂരിതമാവുകയും നമ്മുടെ ചക്രവാളം തിളങ്ങുകയും ചെയ്തു. ആ വസന്തം വിട പറഞ്ഞപ്പോൾ എവിടെയും മൂകത, എവിടെയും സങ്കടം, കഥനം, അതുമാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആ മുഖം എത്രയോ ആളുകളുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. എവിടെയോ ഒരു മറവി പറ്റിയ പോലെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ നിര്യാണം പ്രാപിച്ചുവോ? അതോ ഇപ്പോഴും പാണക്കാട്ട് കൊടപ്പനക്കൽ ഭവനത്തിൽ ശിഹാബ് തങ്ങളില്ലേ? പരസഹസ്രം ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനങ്ങളിലേക്ക് ആ ധവള രൂപം പുഞ്ചിരി തൂകി കടന്നു വരുന്നില്ലേ? ആ സ്നേഹപരിലാളനം, ആ സ്നേഹത്തിൻ്റെ കരസ്പർശം, നമ്മുടെ മേനിയും നമ്മുടെ ആത്മാവും ഇപ്പോഴും അതിൽ ത്രസിച്ചു നിൽക്കുന്നില്ലേ? ഒരു പോയിപ്പോയ, അസ്തമിച്ചുപോയ പോക്കുവെയിലിൻ്റെ ചാരുതയോടെ, ആ ചാരുതയോടൊപ്പം കടന്നു വരുന്ന വിഷാദാർദ്രമായ സ്മരണകളോടെ, അതുമല്ലെങ്കിൽ മറയാത്ത നിലാവൊളി പോലെ, അതുമല്ലെങ്കിൽ അസ്തമിക്കാത്ത നക്ഷത്ര ശോഭ പോലെ, ഇപ്പോഴും ആ മഹനീയ ജീവിതം സമൂഹമധ്യത്തിൽ നിലകൊള്ളുന്നുണ്ട്. ശിഹാബ് തങ്ങൾ എന്ന വിസ്മയം അവസാനിക്കുന്നില്ല. كان سعادة السيد محمد علي شهاب من زعماء المسلمين في ولاية كيرلا في الهند، حيث قام بخدمة الإنسانية والمسلمين في ولاية كيرلا، حيث أنه كان شخص ذو طيبة وأخلاق إنسانية. أدعو الله سبحانه وتعالى أن يغفر له ويرحمه، وأوصي أولاده خيرا بأن يسيروا على نهجه. أخوكم أحمد بدر المريخي.
great Janab Muhammad Ali Shihab. I can't forget the way he received me in the same majlis where hundreds of people are waiting to get his treatment. When he touches the touch of heel, that's the time he took me straight away inside and gave his all love and affection to me. That's where I really felt honored that I have one person who is well-wisher of mine. Unbelievingly, I heard about him that he was one of the most benevolent person. He was doing everything without discriminating caste, creed and religion. He was helping all the communities, any problems across the borders. His order, his mandate was final to do the troubleshooting.